വിനയമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയിൽ നിന്ന് വിശ്വാസികൾ പകരേണ്ടുന്ന മറ്റൊരു മാതൃകയെന്ന് പറയുന്നത്. ഒരിക്കൽ മാർക്കറ്റിൽ വന്നു, അപൂർവമായിട്ട് അദ്ദേഹം വരാറുള്ളൂ. ബഗ്ദാദിലെ മാർക്കറ്റിൽ വന്നുകൊണ്ട് ഒരു ചുമട് വിറകെടുത്തുകൊണ്ട് തന്റെ ചുമലിൽ വഹിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ കണ്ടപ്പോ ആളുകൾ സലാം പറയുന്നുണ്ട്. അവര് പറഞ്ഞു, ആ പണ്ഡിതവര്യനോട് അവര് പറഞ്ഞു, ഈ വിറക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വഹിച്ചു കൊള്ളാം, നിങ്ങളത് വഹിക്കണ്ട. അദ്ദേഹം പറഞ്ഞു, നഹ്നു ഖൗമുൻ മസാക്കീൻ, നമ്മൾ പാവപ്പെട്ട ആളുകളാണ്, നിങ്ങൾ എന്താ പറയുന്നത്? ഞാനത് വഹിച്ചാൽ എന്താ, നമ്മൾ പാവപ്പെട്ടവരാണ്. ലൗലാ സതറല്ലാഹു ലഫ്തലഹ്നാ, നമുക്കൊക്കെ ഒരുപാട് കുറവുകളുണ്ട്. നമ്മുടെ കുറവുകൾ പടച്ചവൻ മറച്ചു വെക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ മാന്യന്മാരായിട്ട് ഇവിടെ ജീവിക്കുന്നത്. നമ്മുടെ കുറവുകളെങ്ങാനും അല്ലാഹു വെളിപ്പെടുത്തുകയായിരുന്നുവെങ്കിൽ നമ്മുടെ മാനം കെട്ട് പോയേനാ. അതുകൊണ്ട് നമ്മളൊക്കെ ജനങ്ങളിൽ ഒരുവനാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കുക. നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ്. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ പേര് ആരിം ഇബ്നു ഫളൽ എന്ന, ഇമാം അഹ്മദ് റഹിമഹുള്ളയോട് അദ്ദേഹത്തിന്റെ ഗോത്രം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ മാതാവും പിതാവും അറബികളാണ്. പക്ഷെ അദ്ദേഹം തന്റെ ഉറൂബത്ത് കൊണ്ട്, അറബിത്വം പറഞ്ഞുകൊണ്ട് എവിടെയും പൊങ്ങച്ചം നടിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ആരിം ഇബ്നു ഫളൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, താങ്കൾ അറബിയാണെങ്കിൽ അറബികളിൽ ഏത് ഗോത്രത്തിൽപ്പെട്ടയാളാണ്? ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, അറബിക്ക് അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ലെന്നാണ് പ്രവാചക പാഠം. ആ പാഠത്തെ അന്വർത്ഥമാക്കുന്ന ഒരു മറുപടിയായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്. നഹ്നു ഖൗമുൻ മസാക്കീൻ, ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങളൊക്കെ സാധുക്കളാണ് എന്ന മറുപടി. അതാണ് വിനയത്തിന്റെ മറുപടി എന്ന് പറയുന്നത്. ആദ്യമായി കണ്ടുമുട്ടിയ വേളയിൽ ഇമാം അഹ്മദിന്റെ ശിരസ് ചുംബിക്കുവാൻ ഒരാൾ മുന്നോട്ട് വന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ല പ്രതികരിച്ചത് എന്താണ്? ഞാനൊന്നും അതിനായിട്ടില്ല മനുഷ്യ എന്ന, ഞാനൊന്നും അതിനായിട്ടില്ല മനുഷ്യ എന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ആ കാലഘട്ടത്തിലെ ബഗ്ദാദിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭനായ പണ്ഡിതന്മാരിൽ ഒരാൾ. അദ്ദേഹം പറയാൻ, സഹോദരങ്ങളെ, അതാണ് വിനയം. അവിടെ നിന്ന് നമ്മൾ പകരേണ്ടുന്ന, മാതൃകയാക്കേണ്ടുന്ന വിനയം എന്ന് പറയുന്നത്. മാ തവാദഅ അബ്ദുൻ ഇല്ലാ റഫഅഹുല്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരടിമയും വിനയം കാണിക്കുന്നില്ല, ആ വിനയത്തിലൂടെ അല്ലാഹു തആല അടിമയുടെ പദവികൾ ഉയർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ,